നമസ്കാരം. ധനുസ് പി എസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 32/2025 വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് 2025 നടന്ന പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന 10th പ്രിലിംസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻസ് നോക്കാം, ആൻസേഴ്സ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൻസർ സർദാർ KM പണിക്കർ. ഹിസ്റ്ററി ഓഫ് കേരള സർദാർ KM പണിക്കർ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ആൻസർ 1.25 കോടി മലയാളികൾ. ഹിസ്റ്ററി ഓഫ് കേരള സർദാർ KM പണിക്കർ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ. നെക്സ്റ്റ് വൺ: പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? ഇന്ത്യയും ചൈനയുമാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ, ചൈന. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ, ചൈന. നെക്സ്റ്റ് ചോദ്യം: 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ആൻസർ കാൺപൂർ. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം കാൺപൂർ ആയിരുന്നു. നെക്സ്റ്റ് വൺ: 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ആൻസർ ഫിലാഡൽഫിയ. 1875 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽഫിയ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ചക്രവാദം. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. ആൻസർ കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. എന്താണ് ക്ലിഫ് എന്നത്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി ആണ്, ടെറായ്. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ്ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ആൻസർ കൊൽക്കത്ത. തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, രണ്ടാമത്തെ പ്രസ്താവന ഉൾപ്പെടുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ: ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തയിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന ഇതാണ്: സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ആൻസർ ഓപ്ഷൻ സി 1, 3 ശരിയാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചാണക്യൻ അർത്ഥശാസ്ത്രം, അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, ദാദാഭായ് നവറോജി തെറ്റ് പ്രസ്താവനയാണ്. മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്. പന്ത്രണ്ടാമത്തെ ചോദ്യം: സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ്ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ആൻസർ കൊൽക്കത്ത. നെക്സ്റ്റ് ചോദ്യം 15th ക്വസ്റ്റ്യൻ:
ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ദാദാബായ് നവറോജിയും മിച്ചമൊരു സിദ്ധാന്തം എന്നുള്ള തെറ്റായ പ്രസ്താവനയായിരുന്നു. ശരികൾ: ചാണക്യൻ അർത്ഥശാസ്ത്രം, അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്. അത്രയും എടുത്തതായിരുന്നു. നെക്സ്റ്റ് ചോദ്യം: തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? ആൻസർ പത്മ സുബ്രഹ്മണ്യം. പത്മ സുബ്രഹ്മണ്യം. നെക്സ്റ്റ് ചോദ്യം: ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1-2 പ്രസ്താവനകൾ ശരിയാണ്. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. ചുവടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി, 3 പേരുമുണ്ട്. നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ് എന്നിവർ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്. നെക്സ്റ്റ് ചോദ്യം: ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? പ്രസ്താവന: കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകൾ ഉൽപ്പാദനത്തിന് ചോളത്തിന് 3-ാം സ്ഥാനമുണ്ട്. ചണനാരിന് യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നു. ആൻസർ 1-2 പ്രസ്താവനകൾ ശരിയാണ്. നെക്സ്റ്റ് ചോദ്യം: മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ 91-ാം ഭരണഘടനാ ഭേദഗതി. 91-ാം ഭരണഘടനാ ഭേദഗതി. നെക്സ്റ്റ് വൺ: രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പ്രസ്താവന ഇതാണ്: 2 ഭാഗം അംഗങ്ങൾ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിദാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. ഇതിൻ്റെ ഉത്തരം ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 3, 4 പ്രസ്താവനകൾ ശരി മാത്രമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ചോദ്യം: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ആൻസർ PK തുങ്കൻ കമ്മിറ്റി. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത് ഏതൊക്കെയാണ്? ആൻസർ 3ഉം 4ഉമാണ്. ഓപ്ഷൻ ഡി ആൻസർ. സംഘടനാ സ്വാതന്ത്ര്യം, പൊതു, തൊഴിൽ, തുല്യ അവസരം. ഇത് 3ഉം ഭരണഘടന 4-ാം അധ്യായത്തിൽ പെടാത്ത കാര്യങ്ങളാണ്. നെക്സ്റ്റ് ചോദ്യം: 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സി വിജിലാണ്. ഒരു കാര്യം, ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമ്മുടെ വില്ലേജ് ഫീൽഡ് എക്സാമിന് ചോദിക്കുകയുള്ളൂ. അല്ലാതെ പ്രിലിംസിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും വില്ലേജ് ഫീൽഡ് ടെസ്റ്റിന് ചോദിക്കില്ല എന്ന് ഓർത്ത് വെക്കുക. അത്തരം വില്ലേജ് ഫീൽഡിന് സ്പെഷ്യലി ഇതേമാതിരി പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് സിലബസ് നോക്കി കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ചോദ്യം: ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരികൾ. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം, സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം. നെക്സ്റ്റ് വൺ: നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ കിരൺ റിജിജു. കിരൺ റിജിജു. നെക്സ്റ്റ് വൺ: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ാമത്തെയും 3ാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷനുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. നെക്സ്റ്റ് ചോദ്യം: വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അഴിമതി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് വിവരാവകാശ നിയമം. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും വേണ്ടിയാണ്. നെക്സ്റ്റ് ചോദ്യം: ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ആൻസർ ഫെബ്രുവരി 2 ആണ്. ഫെബ്രുവരി 2-നാണ് ലോക തണ്ണീർത്തട ദിനം. കേരള സംസ്ഥാനത്തിലെ
തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? ബിന്ദു കൃഷ്ണ. ബിന്ദു കൃഷ്ണ. കൊല്ലം ജില്ല ബിന്ദു കൃഷ്ണ. ഓക്കെ. നെക്സ്റ്റ്, കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അലേർക്കർ. നെക്സ്റ്റ് വൺ, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ NS മാധവൻ. NS മാധവൻ. നെക്സ്റ്റ് ചോദ്യം, പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയായ ജോഡികൾ. 3ഉം 4ഉം മാത്രമാണ് ശരി എന്ന് പറയുന്നു. 3ഉം 4ഉം മാത്രമാണ് ശരി. ഓക്കെ, നമുക്ക് നോക്കാം. 3ഉം 4ഉം. ഓക്കെ. പൾപ്പ് ക്യാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ്. സിമൻറ്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചിരുത്തുന്ന യോജകക്കലയാണ് അല്ലേ? പല്ലിൻ്റെ ആന്തരഘടനയുടെ സ്ട്രക്ചർ, പല്ലിൻ്റെ ഘടനയാണ് പറഞ്ഞേക്കുന്നത്. ഇനാമൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും കട്ടിയുള്ള ഭാഗം, നമ്മുടെ ശരീരത്തിലേക്കും ഏറ്റവും കട്ടിയുള്ള ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. അതാണ് തിരിച്ചു വേണം. നമ്മുടെ പല്ലിൻ്റെ ഏറ്റവും കട്ടിയുള്ള ഭാഗമാണെന്ത്? ഇനാമൽ എന്ന് പറയുന്ന. പല്ലിൻ്റെ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലേക്കും ഏറ്റവും കട്ടിയുള്ള ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്ന ഭാഗം. നെക്സ്റ്റ് ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്ന ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്ന് അറിയപ്പെടുന്ന ഏതാണ്? ആൻസർ ജീവകം ഇ ആണ്. ജീവകം ഇ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്ന് അറിയപ്പെടുക. ഇത് വന്ധ്യത നിവാരണ വിറ്റമിൻ അറിയപ്പെടുന്നില്ല. വന്ധ്യതയ്ക്ക് കാരണമാകും. ജീവകം ഇയുടെ അഭാവത്താൽ വന്ധ്യത എന്ന അസുഖമാണ് ഉണ്ടാവുക അല്ലേ? കുട്ടികൾ ഉണ്ടാകാത്ത അവസ്ഥ, വന്ധ്യത എന്ന അസുഖമാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിന് ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റമിൻ അല്ലെങ്കിൽ ജീവകം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ജീവകം എയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം ഇല്ല? അതിൻ്റെ അഭാവത്തിലുള്ള അസുഖം ഏതാണ്? എപ്പോഴും റിപ്പീറ്റ് ചെയ്തേക്കാം. നിശാന്തതയാണ് ജീവകം എയുടെ അഭാവത്തിലുണ്ടാകുന്ന അസുഖം എന്ന് പറഞ്ഞത്. ജീവകം ഡിയുടെ അഭാവത്തിൽ എന്ത് അസുഖം ഉണ്ടാകുന്നു? കണ അല്ലെങ്കിൽ റിക്കറ്റ് എന്ന രോഗമാണ് ഉണ്ടാവുക. ജീവകം കെയുടെ അഭാവത്തിൽ എന്ത് അസുഖമാണ് ഉണ്ടാകുക? രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ജീവകം കെയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം അല്ലേ? നെക്സ്റ്റ് ചോദ്യം, സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ മാത്രമാണ് ശരിയായ ജോഡി. ഓപ്ഷൻ സി, രണ്ടാമത്തെ മാത്രം ശരിയായ ജോഡി. എലിപ്പനിയുടെ രോഗകാരി എന്ന് പറയുമ്പോൾ എന്താണത്? ലെപ്റ്റോസ്പൈറ ശരിയായ ജോഡിയാണ് അല്ലേ? ഒന്ന് കറക്റ്റ് ചെയ്താലോ? കോളറയുടെ ശരിയായ ജോഡി ശരിക്കും എന്താണ്? വിബ്രിയോ കോളറ അല്ലേ? വിബ്രിയോ കോളറയാണ് കോളറയുടെ രോഗകാരി എന്ന് പറയുക. വിബ്രിയോ കോളറയാണ് കോളറയുടെ രോഗകാരി എന്ന് പറയുക. ടൈഫസ് എന്ന് പറയുമ്പോൾ ടൈഫസ് തലയിലെ പേൻ കാരണമാകുന്നൊരു ജീവി. ടൈഫസ് എന്ന് പറയുമ്പോൾ തലയിലെ പേൻ കാരണമാണ് ടൈഫസ് എന്ന രോഗം ഉണ്ടാവുക. ടൈഫസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കില്ല. ടൈഫസ് എന്ന് പറയുമ്പോൾ പേനും അതുപോലെ ചെള്ളില്ല, പേനും ചെള്ളുമാണ് സ്ക്രബ് ടൈഫസ് എന്ന രോഗം ഉണ്ടാകാനുള്ള കാരണം വരുന്നത്. അപ്പോൾ എലിപ്പനി ലെപ്റ്റോസ്പൈറയാണ്, കോളറ വിബ്രിയോ കോളറയാണ്. പിന്നെ ടൈഫസ് എന്ന് പറയുമ്പോൾ പേനും ചെള്ളും മുഖേനയാണ് ടൈഫസ് എന്ന രോഗം ഉണ്ടാകുന്നത്. പ്ലേഗിന് കാരണം ആരാണ്? എലിച്ചെള്ളാണ് പ്ലേഗ് ഉണ്ടാകാൻ കാരണമാവുക. പ്ലേഗിന് കാരണം എലിച്ചെള്ളാണ്. അടുത്തതിലേക്ക് പോകാം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ്? പദ്ധതിയാണ് ശ്രുതി മധുരമല്ല, അമൃതം ആരോഗ്യം. ഓക്കെ, അമൃതം ആരോഗ്യം. രോഗനിയന്ത്രണ പദ്ധതിയാണെന്ന് അമൃതം ആരോഗ്യം. ആരോഗ്യം അമൃതമാകണമെന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അതായത് ജീവിതശൈലി രോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരൊറ്റ പേരെന്താണ്? അമൃതം ആരോഗ്യം. ആരോഗ്യം അമൃതമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം.
നെക്സ്റ്റ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ആൻസർ ഏതാണ്? രണ്ടാമത്തെ ജോഡിയാണ് ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി. രണ്ടാമത്തെ ജോഡിയാണ് ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി. രണ്ടാമത്തേന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്ഷൻ ബി ആണ്. ഹീമോഫീലിയം, സിക്കിൾ സെൽ അനീമിയ എന്താണ്? ജനിതക രോഗങ്ങളാണ്, പാരമ്പര്യ രോഗങ്ങളാണ്. ഹീമോഫീലിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ ബ്ലഡുമായി ബന്ധപ്പെട്ടതല്ലേ? ഹീമോഗ്ലോബിൻ ബ്ലഡല്ലേ, ബ്ലഡിനകത്ത് കണ്ടൻറ്റാണ്, വർണ്ണവസ്തുവാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ബ്ലഡിന് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുക. അപ്പോൾ ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ അതൊരു അസുഖം, ബ്ലഡുമായി ബന്ധപ്പെട്ട അസുഖമാണ്. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണെന്ത്? ഹീമോഫീലിയ. ജനിതകപരമായി അത് ജനറ്റിക്കലി ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന അസുഖമാണെന്ത്? ഈ ഹീമോഫീലിയ. അതുകൊണ്ട് ജനിതക രോഗം അല്ലെങ്കിൽ പാരമ്പര്യ രോഗവും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണിത് ഹീമോഫീലിയക്കുള്ളത്. റോയൽ ഡിസീസ് എന്ന് പറയും. പണ്ട് രാജകീയ കുടുംബങ്ങളിൽ മാത്രമാണിത് കണ്ടുവന്നിരുന്നത്. സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ അതും ബ്ലഡ് ബന്ധപ്പെട്ട കാര്യമാണ്. സിക്കിൾ സെൽ അനീമിയ അല്ലേ, അനീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കുറവാകുന്ന അവസ്ഥയാണിത് അനീമിയ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മുടെ ആർ ബി സി എൽ എന്ന് പറയും, അരുരക്താണുക്കൾ, RBC അരുരക്താണുക്കൾ, ചുവന്ന രക്താണുക്കൾ എന്നൊക്കെ പറയാറുണ്ട്. ഈ RBC റൗണ്ട് ഷേപ്പാണ് ഇല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ഇതിനകത്തുള്ള ഓക്സിജൻ്റെ അളവ് കുറയും. അതിനകത്തുള്ള സാധനം സിക്കിൾ ഷേപ്ഡ് ആവും, അരിവാൾ ഷേപ്ഡ് ആവുന്നുണ്ട്. സിക്കിൾ സെല്ല് അരിവാൾ ഷേപ്ഡ് എന്താണ് ഈ ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ RBC അരിവാൾ ഷേപ്പിലേക്ക് മാറും. വളഞ്ഞിങ്ങനെ ആകുമ്പോഴത്തേക്കിന് ഓക്സിജൻ ഉള്ള കപ്പാസിറ്റി, ഓക്സിജൻ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഈ അണ്ടരക്താണുക്കളകത്ത് ആരുണ്ട്? ഹീമോഗ്ലോബിൻ ഉണ്ട്. ഈ ഹീമോഗ്ലോബിനുണ്ട് ആരും ചെയ്യുന്നത്? ഹീമോഗ്ലോബിനുമായിട്ട് ഓക്സിജൻ കമ്പൈൻ ചെയ്യുന്നു, ഹീമോഗ്ലോബിൻ ഉണ്ടാവുക ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണ് ബ്ലഡ് വഴി എല്ലായിടത്തും പോയിട്ട് ഓരോ കോശങ്ങളിലും ഓക്സിജനെ കൊണ്ട് കൊടുക്കുക. അതാണ് പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ RBC ഇതുപോലെ സിക്കിൾ ഷേപ്ഡ് അടുത്തൊക്കെ മാറുമ്പോഴത്തേക്ക് അത് ജനറ്റിക്കലി രോഗമാണ്. അതായത് ജീൻസിൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്ത് സംഭവിക്കുക? ഈ ജനിതക രോഗം ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നത്? ഈ സിക്കിൾ സെല്ലുടെ ഷേപ്പ് ആകുമ്പോഴത്തേക്കിനും ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിനുള്ള കഴിവ് ഈ RBCയിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ HBക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ എന്താ, ഓരോ സെല്ലിനും കോശങ്ങളിലേക്ക് എന്ത് കിട്ടത്തില്ല? ഓക്സിജൻ കിട്ടാതെ വരുന്നു. അങ്ങനെ ഇത് അനീമിക് ആവുന്നു, ബ്ലഡ് കിട്ടാത്ത അവസ്ഥ വരുന്നു. ബ്ലഡ് എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ പ്ലസ് ഓക്സിജൻ എത്താത്ത അവസ്ഥ എത്തുന്നു. അങ്ങനെ അത് അനീമിയ ആവുന്നത്. അപ്പോൾ സിക്കിൾ സെൽ അനീമിയയും ഹീമോഫിലിൻ രണ്ടും എന്താണ്? ബ്ലഡുമായി കണക്ഷനുള്ള അസുഖങ്ങളാണ്, രണ്ടും ജനിതക രോഗങ്ങളാണ്. അതായത് നമ്മുടെ ജീനാണ് അതിന് കാരണക്കാർ, മറ്റൊന്നുമല്ല. ജനിക്കുമ്പോഴേ നമ്മുടെ ജീനകത്ത് ആ ഒരു ഘടകങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ അവിടെ. അപ്പോൾ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ രണ്ടും എന്താണ്? ജനിതക രോഗങ്ങളാണ്. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളെ തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഒന്നാമത്തെ മാത്രമേ പ്രസ്താവന ശരിയുള്ളൂ. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖലയാണ്. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ആൻസർ മൂന്നാമത്തേതാണ്, ഓപ്ഷൻ ഡി ആൻസർ, സൗദി അറേബ്യ. നെക്സ്റ്റ് വൺ. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5 വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, നൈജീരിയ. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം. കൂട്ടത്തിൽപ്പെടാത്തത് ഇവിടെ ഏതാണ്? സെക്കൻഡാണ്. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ആൻസർ -8 സെൻറ്റിമീറ്റർ. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യത്തെ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഇറ്റലി. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? കാൽസ്യം കാർബണേറ്റ്. ഇരുമ്പ് ഫയലുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? FeCl3 അതുപോലെ H2O ഉണ്ടാകുന്നു. ഡി സബ്ഷനിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ്? 10. ഡാഷ് ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ടൈറ്റാനിയം ഓക്സൈഡ് TiO2. അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്നുയരുന്ന വായുകുമിളുകളുടെ വലിപ്പം വർദ്ധിക്കുന്നത്
അടിയിൽ നിന്ന് ഉയരുന്ന വായുക്കുമിളുടെ വലുപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചിട്ടാണ്? ബോയിൽ നിയമം. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്റ്റക്കായതുകൊണ്ടാവും. ഗോളത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളുകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ബോയിൽ നിയമം അനുസരിച്ചിട്ടാണ്. പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ കാക്കനാട്. നെക്സ്റ്റ് ചോദ്യം, മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? ആൻസർ PJ ആൻ്റണി. നെക്സ്റ്റ്, താഴെ കൊടുത്ത പ്രസ്താവന ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആൻസർ മൈമൂന എന്ന കഥാപാത്രം സൃഷ്ടിച്ചത് OV വിജയനാണ്. നെക്സ്റ്റ് വൺ, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ്? ആൻസർ EV രാമകൃഷ്ണൻ. ദേശകാലങ്ങൾ EV രാമകൃഷ്ണൻ. നെക്സ്റ്റ് ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക് ഹോക്കി ടീമിൻ്റെ നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ജയപാൽ സിംഗ്. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ആൻസർ ഓപ്ഷൻ സി ബ്രൗസിംഗ് ചരിത്രം കുക്കികൾ സംഭരിക്കാതിരിക്കാൻ. നെക്സ്റ്റ് വൺ, HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആൻസറാണ് IMG. ഒരു LAN ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് റൗട്ടർ.